ബലിപെരുന്നാൾ നിസ്കാരം ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാകും. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ നിസ്കരിക്കുന്ന ഈ ബലിപെരുന്നാൾ നിസ്കാരം അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ആ ഓരോ റക്അത്തിലും ചെല്ലേണ്ട തക്ബീറുകളുടെ എണ്ണം എത്രയാണ്? ആ തക്ബീറുകൾക്കുള്ളിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പറയേണ്ട ദിക്റുകൾ അതേത് ദിക്റാണ്? അത് എത്ര പ്രാവശ്യം പറയണം? നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുകയാണ്. ഈ സമയം ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ അറിയേണ്ട സുപ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. പല ആളുകൾക്കും സംശയമുണ്ട്, ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? അറുക്കുന്ന സമയത്ത് നീയത്ത് വെക്കാമോ? അറുത്ത് കഴിഞ്ഞ് നീയത്ത് വെക്കാമോ? 7 പേര് അറുക്കുമ്പോൾ ആരാണ് നീയത്ത് വെക്കേണ്ടത്? എല്ലാവരും നീയത്ത് വെക്കേണ്ടതുണ്ടോ? മൃഗത്തെ അറുക്കുന്ന ആൾ എങ്ങനെയാണ് കത്തി പിടിക്കേണ്ടത്? വലത് കൈ അവൻ്റെ എവിടെയായിരിക്കണം? ഇടത് കൈ അവൻ്റെ എവിടെയായിരിക്കണം? പ്രത്യേകം മസ്അലകളുണ്ട്. ഏതൊക്കെയാണ് ആ മസ്അലകൾ? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ബലിപെരുന്നാൾ ദിവസം ആ സുലഭ മുഹൂർത്തത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി പറയുന്നത് ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമാണ്. പല ആളുകളും ചോദിക്കും, ഉസ്താദേ അതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, നിസ്കാരത്തിൻ്റെ രൂപം ഞങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് പറയുമല്ലോ, പിന്നെ എന്തിനാണ് ഈ വീഡിയോയുടെ ആവശ്യമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മൾ പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് മാത്രമല്ല ബലിപെരുന്നാൾ നിസ്കാരമുള്ളത്. നമ്മളെപ്പോലെ പള്ളിയിൽ പോവാൻ പറ്റാത്ത ഒരുപാട് ഉപ്പമാരും സഹോദരന്മാരും വീടുകളിൽ കഴിയുന്നുണ്ട്. ഒരുപാട് ഉമ്മമാർ കാത്തിരിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി, ബലിപെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ പരിസരത്തുള്ള അയൽവാസികളായ മറ്റ് സഹോദരിമാരൊക്കെ കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിസ്കരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ രൂപം നമ്മൾ വിശദീകരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമുണ്ട്. സമയം ചില ആളുകൾ ബലിപെരുന്നാൾ നിസ്കാരം, അതായത് അന്നത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ബലിപെരുന്നാളും കൂടെ നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന പല ആളുകളും പല സ്ഥലത്തും കാണാം. ശുദ്ധ മണ്ടത്തരമാണ്. അത് ചെയ്താൽ ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയും അല്ലാഹു നൽകില്ല. ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് ഉദയം, അതായത് നാളത്തെ സൂര്യ ഉദയം. എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 6:10 അല്ലെങ്കിൽ 6:08 ഉദയം ഉള്ളത്. അതായത് 6:10 ഉദയം നടന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ്, അതായത് ഒരു 6:30 ഏകദേശം, നിങ്ങളുടെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവാം, ഉദയത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ടാകാം മിനിറ്റുകൾക്ക്. അപ്പോൾ ഉദയം എപ്പോഴാണോ അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതലാണ്, അതായത് ഏതുവരെ? ളുഹർ നിസ്കാരത്തിൻ്റെ സമയത്തിന് മുമ്പ്, ളുഹറിൻ്റെ ആ ബാങ്ക് വിളിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പുള്ള സമയം വരെ നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈം അവശേഷിക്കുകയാണ്. ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം ആദ്യത്തെ ആ ടൈമിൽ തന്നെ നിസ്കരിക്കലാണ്. അതായത് ഇപ്പോൾ ബലിപെരുന്നാൾ കഴിഞ്ഞ് നമുക്ക് അറവൊക്കെ ഉള്ളത് കൊണ്ട് ആദ്യം തന്നെ, അതായത് ഒരു 6:30 ഒരു 7 മണി, ഇപ്പോൾ നമ്മൾ സാധാരണ പള്ളികൾ വെക്കുന്നത് പോലെ ചില പള്ളികളിൽ 7 മണി ഉണ്ടാകും, അല്ലെങ്കിൽ 7:30 ഉണ്ടാകും, 8 മണിക്കുണ്ടാകും, 8:30 ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കലാണ് ഖൈർ. കാരണം ഉദ്ഹിയ്യത്ത് അറുക്കാനുണ്ട്, അതുപോലെ ഒരുപാട് സുന്നത്തുകൾ വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ പ്രഭാത സമയത്ത് തന്നെ ആ 20 മിനിറ്റിന് ശേഷമുള്ള ആ നല്ല സമയം തന്നെ തിരഞ്ഞെടുക്കുക പെരുന്നാൾ നിസ്കാരത്തിന്. അതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈം. ഇനി പെരുന്നാൾ നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ 2 രൂപത്തിലുണ്ട്. ഒന്ന് ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരം, അതുപോലെ ജമാഅത്ത് സുന്നത്ത് ഉള്ള നിസ്കാരം. ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം നമുക്ക് ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കലാണ് ഖൈർ. കാരണം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഓരോ ആളുകളും തസ്ബീഹ് പറയുന്നതിൽ, എണ്ണത്തിൽ പിടിക്കുന്നതിലൊക്കെ വ്യത്യാസമുണ്ടാവാം, അല്ലെങ്കിൽ ആ കിടന്ന് നമ്മൾ പറയുന്ന ആ പറച്ചിലൊക്കെ താമസമുണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം, അതുപോലെ തന്നെ ഈ പെരുന്നാൾ നിസ്കാരം, അതുപോലുള്ള നിസ്കാരങ്ങൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് ബലിപെരുന്നാൾ നിസ്കാരവും ചെറിയ പെരുന്നാൾ നിസ്കാരവും. നമ്മൾ നിസ്കരിക്കുന്ന ബലിപെരുന്നാൾ നിസ്കാരം പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ മരുമക്കളോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒരു സഫായി നിർത്തിയിട്ട് നമ്മൾ തന്നെ ഇമാമത്ത് നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് നല്ല അറിവുള്ള മക്കളുണ്ടെങ്കിൽ അവരെ നിർത്താം. അല്ലെങ്കിൽ നമ്മുടെ ആൺമക്കളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ ഉമ്മമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അതിൽ ദീനിയായ കുറച്ച് അറിവുള്ള ഒരു പെണ്ണ് അവർ ഇമാമ് നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാവുന്നതാണ്.
ഇനി ശ്രദ്ധിക്കേണ്ടത്, ബലിപെരുന്നാൾ നിസ്കാരം നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെന്ന് കരുതുക. ഇവിടെ പള്ളിയിലാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. സൊഫ് കെട്ടുന്ന വിഷയം, അതായത് പള്ളിയിലാണെങ്കിൽ ഇമാം ഉണ്ടാകും, അതിൻ്റെ പുറകിൽ നമ്മൾ എല്ലാവരും പുരുഷന്മാരും ഓരോ സഫായി നിൽക്കുന്നു. ഇവിടെ സൊഫ് നിൽക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പല ആളുകളും ഈ കാലിങ്ങനെ അകത്തി വെക്കുന്ന ഒരു സ്വഭാവം. ഇത് 2 കാൽപാദമാണെങ്കിൽ ഇങ്ങനെ അകത്തി വെക്കും. ചില ആളുകൾ കാൽപാദം ഇങ്ങനെ വെക്കും, ഇങ്ങനെ ചരിച്ചൊക്കെ. അങ്ങനെയല്ല, കിബിലയിലേക്ക് നമ്മുടെ കാൽപാദം വരണം. കിബിലയിലേക്ക് നമ്മുടെ കാൽപാദം വരണം. ഇങ്ങനെ അകത്തി വെക്കാൻ പാടില്ല, എന്നാൽ ചേർത്തും വെക്കാൻ പാടില്ല. ഒരു മധ്യനിലയിൽ. ചില ആളുകൾ പരിസരത്തുള്ള ആളുകളൊന്നും നോക്കാതെ കാലിങ്ങനെ അകത്തി വെച്ച് അങ്ങനെയല്ല. കാലിങ്ങനെ ചേർക്കാനും പാടില്ല, എന്നാൽ കൂടുതൽ അകത്താനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ വെക്കുക, അങ്ങനെ നിസ്കരിക്കുക. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൊഫ് കെട്ടി നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ചെറിയ ആൺമക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് പള്ളിയിൽ പോകാൻ പറ്റില്ല, ഭർത്താവുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാപ്പയുണ്ട്. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഇമാമ് നിൽക്കുന്നത് ആരാണോ അവരുടെ പുറകിൽ ഈ ആണുങ്ങൾ നിൽക്കുക, വീട്ടിലുള്ള ആണുങ്ങൾ നിർത്തുക. ഇനി ആണുങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ആരാണോ ഉള്ളത് മുതിർന്നവർ, അവരാണ് നിൽക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിനെ കൊണ്ട്, മുത്തഅല്ലിമ് ആയ ഒരു വിദ്യാർത്ഥി, അവൻ എന്ത് ചെയ്യും, ഇമാമത്ത് നിൽക്കും, പുറകിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കാറുണ്ട്. അവിടെ ചെയ്യേണ്ടത്, ഒരു മുത്തഅല്ലിമാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ അവൻ്റെ പുറകിൽ ആ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൊക്കെ കുഞ്ഞുമക്കളുണ്ടാകും, ആണുങ്ങൾ, അവരെ നിർത്തുക. അവരെ നിർത്തിയതിന് ശേഷമാണ് ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പരിസരത്തുള്ള സ്ത്രീകളൊക്കെ സൊഫായിട്ട് നിൽക്കേണ്ടത്. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്, ഖൈറാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സൊഫ് കെട്ടി നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ്. ഇനി നീയത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട് ചില ആളുകൾക്ക്. നീയത്ത് നമ്മൾ അറബിയിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മലയാളത്തിൽ വെച്ചാൽ മതി. എന്താ മലയാളത്തിൽ? ഈ നീയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വീട്ടിൽ നിസ്കരിക്കുന്നവർക്കും പള്ളിയിൽ നിസ്കരിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. നീയത്ത് എന്താണ്? 2 റക്അത്ത് ബലിപെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. 2 റക്അത്ത് ബലിപെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഇവിടെ ഇമാമ് നിൽക്കുന്ന ആൾ ഇമാമായി നിസ്കരിക്കുന്നു, മഅ്മൂമിങ്ങളാണെങ്കിൽ ഇമാമോടുകൂടി നിസ്കരിക്കുന്നു എന്ന് കരുതുക. 2 റക്അത്ത് സുന്നത്തായ എന്ന് വേണമെങ്കിൽ ചേർക്കാം. 2 റക്അത്ത് സുന്നത്തായ ബലിപെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട്, അത് നിയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ്. കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കേൾക്കാം. അപ്പം നിയ്യത്തിൻ്റെ ഏകദേശം രൂപം മനസ്സിലായി. എന്നിട്ട് നമ്മൾ കൈ കെട്ടുകയാണ്. അല്ലാഹു അക്ബർ. ചില ആളുകൾ കൈ കെട്ടുന്ന സമയത്ത് ഇതിങ്ങനെ കൈ കെട്ടാറുണ്ട്, അല്ലാഹു അക്ബർ ഇങ്ങനെ കെട്ടാറുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ചില ആളുകൾ കൈ ഉയർത്തുമ്പോൾ അല്ലാ ഇവിടെ ആ മുകളിലേക്ക് പോകും. ചില ആളുകൾ ഇങ്ങനെ സൂക്ഷ്മതയ്ക്ക് ഇങ്ങനെ വെച്ചാൽ ഈ ചെവിയിലൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ട് ഇങ്ങനെയൊക്കെ കൈ കെട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയുമല്ല. ചില ആൾ കൈ വെറുതെ പൊക്കില്ല, വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല. അതായത് നമ്മുടെ ഈ ചെവിയുടെ തട്ടുണ്ടല്ലോ, അതിൽ മുട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാഹു അക്ബർ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ഇവിടെ വെച്ച് ഈ 3 വിരൽ ഇവിടെ, അല്ലാഹു അക്ബർ. ഇവിടെയല്ല, ഏറ്റവും താഴെയല്ല. ഇവിടെ ഹനഫികൾ കിട്ടും, നമ്മുടെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, അല്ലാഹു അക്ബർ. ഷാഫിഈ മദ്ഹബാണ് ഞാൻ പറയുന്നത്. കൈ കെട്ടി. അപ്പോൾ ആദ്യത്തെ തക്ബീർ അല്ലാഹു അക്ബർ. കൈ കെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു വജ്ഹി ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിം, നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്നതാണ്, അത് ഓതുക. അതിനുശേഷം എക്സ്ട്രാ 7 തക്ബീർ. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറാണ്. അപ്പോൾ വജ്ജഹത്തു ഓതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ. അപ്പോൾ കൂടെയുള്ള മുഅ്മിനീങ്ങളും അവർക്കും ഉറക്കെ തന്നെ പറയാം അല്ലാഹു അക്ബർ. 7 തക്ബീറിൻ്റെ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് 7 തക്ബീറാണ്. ഈ 7 തക്ബീറിൻ്റെയും ഇടയിൽ എന്ത് പറയണം? ഒരു പ്രാവശ്യം, ചില ആളുകൾ 3 പ്രാവശ്യമൊക്കെ പറയും, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എക്സ്ട്രാ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചേർക്കൽ നിർബന്ധമൊന്നുമില്ല. ഇതാണ് പറയൽ സുന്നത്ത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. വീണ്ടും രണ്ടാമത് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. വീണ്ടും അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. വീണ്ടും 3-മത്, പിന്നെ 4-മത്, 5-മത്, 6-മത്, 7-മത് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
ഇനി ചില ആളുകൾ ഇത് മറന്നുപോകും, തക്ബീർ തന്നെ മറന്നുപോകും, ചൊല്ലാൻ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ തന്നെ ചൊല്ലാൻ മറന്നുപോകും. ഒരു കുഴപ്പവുമില്ല. ചില ആളുകൾ തക്ബീർ ചൊല്ലും, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് മറന്നുപോകും. പ്രശ്നമില്ല, നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടും. അതിനുശേഷം നമ്മൾ വജ്ജഹത്ത് ഓതുന്നുണ്ട്. ആ തക്ബീർ കൂടാതെയാണ് 7 തക്ബീർ, എക്സ്ട്രായാണ് 7 തക്ബീർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആ തക്ബീറിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇമാം ഉറക്കെ അങ്ങോട്ട് ഫാത്തിഹ ഓതുക. ഏത് നിസ്കാരത്തിലും അഊദു അത് പതുക്കെ ഓതൽ സുന്നത്താണ്. ഏത് നിസ്കാരത്തിലാണ്, സുന്നത്താവട്ടെ ഫർളാവട്ടെ ഉറക്കെയുള്ളതാവട്ടെ പതുക്കെയുള്ളതാവട്ടെ, ഏത് നിസ്കാരത്തിലാണെങ്കിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മനസ്സിൽ ഓതൽ എന്താണ് സുന്നത്താണ്. ഉറക്കം ഓതണ്ട, മനസ്സിൽ ഓതിയാൽ മതി. അങ്ങനെ അഊദു ഓതി ബിസ്മി ഓതി ഫാത്തിഹ പൂർണ്ണമായിട്ടും ഓതിയിട്ട് ആദ്യത്തെ റക്അത്തിൽ നമുക്ക് സുന്നത്തായിട്ടുള്ള സൂറത്തുൽ അഅ്ലായാണ്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല അത് ഓതാം. അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയുണ്ട് അത് ഓതാം. അത് അറിയാവുന്നവർ അത് ഓതാം, ഇല്ലെങ്കിൽ സൂറത്തുൽ അഅ്ല ഓതിയാലും മതി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, റുക്കൂ ചെയ്യുക, പിന്നെ ഇഅ്തിദാൽ, പിന്നെ ആദ്യത്തെ സുജൂദിലെ ഇടയിലെ ഇരുത്തം, വീണ്ടും സുജൂദ്, പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ. അവിടെ ഒന്നുമില്ല. അതായത് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരിക, സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ, എന്നിട്ട് പിന്നെ ആ തക്ബീർ കൂടാതെ എക്സ്ട്രാ 5 തക്ബീർ അല്ലാഹു അക്ബർ. അപ്പോൾ എല്ലാവരും കൂടെയുള്ള മുഅ്മിനീങ്ങളും അല്ലാഹു അക്ബർ. അവിടെ എന്ത് പറയണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വീണ്ടും അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ എക്സ്ട്രാ 5 തക്ബീർ. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും. അപ്പോൾ ഈ 5ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനുശേഷം പിന്നെ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ നമുക്ക് സുന്നത്തായിട്ടുള്ളത് സൂറത്തുൽ അഅ്ലായാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതിയതെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ ഓതുക. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയാണ് ഓതിയതെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ ഓതലാണ് നല്ലത്. ഇത് പൂർണ്ണമായിട്ട് ഓതാൻ പറ്റിയാൽ അത്രയും ഖൈർ, ഇല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിൻ്റെ 3 ആയത്തോ അല്ലെങ്കിൽ പകുതി തൊട്ടോ ഓതലാണ് ഖൈർ. കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ഓതിയാലും പ്രശ്നമില്ല. നമ്മുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളുടെ ആ അവസ്ഥയും കൂടി നമ്മൾ നോക്കണം. അങ്ങനെ പിന്നെ റുക്കൂ, പിന്നെ ഇഅ്തിദാൽ, പിന്നെ ആദ്യത്തെ സുജൂദ്, രണ്ടാമത്തെ സുജൂദ്, അത് കഴിഞ്ഞ് അത്തഹിയാത്ത് പൂർണ്ണമായിട്ടും ഓതൽ ഖൈറാണ്. അത്തഹിയാത്ത് പൂർണ്ണമായും ഓതുക. അത് കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ആളുകളെ സലാം വീട്ടുന്നത് വലിയ അത്ഭുതമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, എന്തോ ഒരു താങ്ങിക്കൊണ്ടുപോകുക. അതൊന്നും വേണ്ട. ചില ആളുകൾ, എനിക്കൊന്ന് ഹനഫികളാണ് കൂടുതലും, അതായത് കഴുത്ത് എന്തോ വേദന വന്നവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നമ്മുടെ കഴുത്താണ്, അത് നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, എത്ര സുന്ദരമാണ്. ഇത് ഈ തലയിട്ടിങ്ങനെ ആട്ടലാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ സലാം വീട്ടുക. ഇതാണ് നിസ്കാരം. അതായത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതാണ് പെരുന്നാൾ നിസ്കാരം. പിന്നെ നമ്മൾ എന്താ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്? ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ, ആദ്യത്തെ തക്ബീർ കൂടാതെ എക്സ്ട്രാ 7 തക്ബീർ. രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടൂലേ, ആ തക്ബീർ അല്ലാതെ എക്സ്ട്രാ 5 തക്ബീർ. ഇതാണ് പ്രത്യേകതയുള്ളത്. ബാക്കിയെല്ലാം സാധാരണ സുന്നത്ത് നിസ്കാരം പോലെയാണ്. സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടി. പക്ഷേ പൂർണ്ണമായും പ്രതിഫലം പുരുഷന്മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് ഇമാമ് പറയുന്ന 2 ചെറിയ ഖുതുബ. എൻ്റെ ഇമാമിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടാകും, അവരോട് സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ദുൽമാണ്, വലിയ അക്രമമാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുതുബ വലിച്ച് നീട്ടി പരത്തി ഒരിക്കലും കൊണ്ടുപോകരുത്. എത്രയോ ആളുകളാണ് പരാതി പറയുന്നത്, എല്ലാം കൊള്ളാം ഉസ്താദിൻ്റെ ആ ഖുതുബ, അത് നമ്മൾ വലിയ ഈണത്തിൽ അറബിയുടെ കോട്ടൊക്കെ ഇട്ട് വലിയ സുന്ദരമായിട്ട് പറയും, പക്ഷെ ആളുകൾക്കത് അരോചകമാണ്. അതായത് ചെറിയ 2 ഖുതുബ പറഞ്ഞാൽ മതി. നമ്മുടെ മുൻകാലത്തുള്ള ഉസ്താദുമാരൊക്കെ അവരൊക്കെ വലിയ കണിശതയാണ്. കാരണം ഇത് കഴിഞ്ഞ് ഒരുപാട് സുന്നത്തുകൾ ചെയ്യാനുണ്ട്, ഉദ്ഹിയ്യ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഈ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് വരേണ്ടത്, അതാണ് സുന്നത്ത്. ചെറിയ പെരുന്നാൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു, വലിയ പെരുന്നാളിന് നമ്മൾ കഴിക്കാതെ വരുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിന് സങ്കടത്തിൽ പിന്നെ അത് കഴിഞ്ഞ് ഉദ്ഹിയ്യ ഇറക്കാനുണ്ട്. അതുകൊണ്ട് നീട്ടി പരത്തി ഒരിക്കലും നിങ്ങൾ ഖുതുബ ഓതരുത്.
ഖുതുബയുടെ ഷർത്തും ഫർളൊക്കെ പറഞ്ഞ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ്, മാത്രമല്ല ഈ പെരുന്നാളിൻ്റെ ഖുതുബയിൽ ആദ്യത്തെ ഖുതുബയിൽ നമുക്ക് 9 തക്ബീർ പറയാനുണ്ട്, രണ്ടാമത്തെ ഖുതുബയിൽ നമുക്ക് 7 തക്ബീർ പറയാനുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ ടൈം ആകും. പിന്നെ അതിൻ്റെ ഇടയിൽ വലിച്ചു നീട്ടി ഒരിക്കലും ഖുതുബ ഓതരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളോട് ആരെയും പറഞ്ഞില്ലെങ്കിലും നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയാനത് കാരണമാകും. അതുകൊണ്ട് എൻ്റെ ഉസ്താദുമാർ, ഞാൻ ഉൾപ്പെടെയുള്ള, ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയല്ല, ഒന്ന് ഉണർത്തുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ വീട്ടിൽ ജമാഅത്തായി എല്ലാവരും കൂടി നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഖുതുബ ഓതേണ്ട കാര്യം ഇല്ല. ഖുതുബ അറിയാമെങ്കിൽ അവിടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓതട്ടെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ ഖുതുബ ഓതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിസ്കാരം തന്നെ മതിയാകുന്നതാണ്. പിന്നെ നിസ്കാരത്തിന് ശേഷം എൻ്റെ ഉമ്മമാർക്ക് അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് തക്ബീർ ചൊല്ലുക, അതുപോലെ തന്നെ കുറച്ച് ദിക്റുകൾ ചൊല്ലുക, എന്നിട്ട് വേണമെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഓതുകയോ ഒരു ഫാത്തിഹ ഓതുകയോ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്യുക, ഒരാൾ ദുആ ചെയ്യുക, ബാക്കിയുള്ളവർ ആമീൻ പറയുക. അത് ഇത്രയ്ക്കത്തെ സന്തോഷമാണ്. പരസ്പരം ഒന്ന് മുആനക്ക, അതുപോലെ തന്നെ ഇതിൻ്റെ ആശംസകൾ പറയുക, അതൊക്കെ ചെയ്യാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞ് ഒരിക്കലും ഓടാൻ നിൽക്കണ്ട, അവിടെ തന്നെ ഇരിക്കുക. ആ ഉസ്താദ് പറയുന്ന ഖുതുബ അറബിയാണല്ലോ. ചില ആളുകൾ ചോദിക്കും, എന്ത് ഖുതുബ? അറബിയാണ്, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. എടോ, ഞാൻ പറയട്ടെ, നമ്മൾ ഫാത്തിഹ മലയാളത്തിലാണോ നിസ്കാരത്തിൽ ഓതുന്നത്? അറബിയിലല്ലേ? നമ്മൾ അത്തഹിയാത്ത് അറബിയാണോ മലയാളമാണോ? നമ്മൾ അറബി ഒന്നും മനസ്സിലാവണ്ട, വെറുതെ അത് കേട്ടിരുന്നാൽ മതി. ഖുതുബ മനസ്സിലാക്കുക എന്നല്ല പറയുന്നത്, ഖുതുബ കേട്ടിരിക്കുക എന്നാണ്. അത് മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ, അതെന്തുമാവട്ടെ, എന്ത് ചെയ്യുക? കേട്ടിരിക്കുക. പറയുന്ന കാര്യം ഏതായാലും പടച്ചോനെ പറ്റിയാണല്ലോ, നമ്മൾ നന്നാവാനുള്ള തഖ്വയെ പറ്റിയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് കേട്ടിരിക്കുക. അതായത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മായന അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നമ്മൾ കേട്ടിരിക്കുക, അതാണ് വേണ്ടത്. അത് കഴിഞ്ഞ് പള്ളിയിലാണെങ്കിൽ എല്ലാവരും പരസ്പരം മുസാഫഹ ചെയ്യുക, മുആനക്ക ചെയ്യുക, അതൊക്കെ ഒരു സുന്നത്താണ്. പിന്നെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹദിയ കൊടുക്കുക, അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ളത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട്. നല്ലതുപോലെ കുളിക്കുക. പെരുന്നാളിന് നല്ലതുപോലെ ആ നീയത്തിൽ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് അത് ആണും പെണ്ണും കുളിക്കുന്ന സമയത്ത് കരുതേണ്ടതാണ്. ആ നീയത്തോടു കൂടി കുളിക്കുക. ഉള്ളതിൽ നല്ല മുന്തിയ വസ്ത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്തിയ വസ്ത്രമെന്നാണ് ഇവിടെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്, വെള്ള വസ്ത്രം എന്നല്ല. അതായത് ജുമാക്ക് ഏറ്റവും നല്ലത് അബിയലോ വെള്ള വസ്ത്രമാണ് എങ്കിൽ പെരുന്നാളിന് വില കൂടിയ വസ്ത്രം ധരിക്കണമേ, ഒന്നും മൊഞ്ചായിട്ട് വേണം പോവാൻ. അത്രയൊക്കെ പൂശി, മീശൻ താടിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി, അതുപോലെ നല്ല തൊപ്പിയൊക്കെ വെച്ച്, അതുപോലെ തന്നെ സുറുമ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ സുറുമയൊക്കെ എഴുതി, നല്ല വാച്ചൊക്കെ കെട്ടി, നല്ല അത്തർ പൂശി, അത്തറിലും സ്പ്രേയിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു പിശുക്ക് കാണിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർ പറയുവാൻ, നബിതങ്ങൾക്കുള്ള സമ്പത്തിൽ ഭൂരിഭാഗം എന്നല്ല ഏകദേശം പകുതിയോളം നബിതങ്ങൾ സുഗന്ധം വാങ്ങുവാനും അത് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നബിതങ്ങൾ ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. സുഗന്ധം അത്തറാവട്ടെ, അല്ലെങ്കിൽ നല്ല സ്പ്രേകൾ കിട്ടും, അതൊക്കെ പൂശുക. അതിൽ നമ്മൾ മടി കാണിക്കരുത്. അപ്പോൾ സുഗന്ധം പൂശി ആ നീയത്തിന് നല്ലതുപോലെ കുളിച്ച് മുന്തിയ വസ്ത്രം. കാരണം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട, ഹലാലായ രീതിയിൽ ആർമാദിക്കേണ്ട ദിവസമാണ്. ആർമാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആർമാദിക്കുക എന്ന വാക്ക് തന്നെ ഒരു ഹറാമിനോട് ചേർന്നതാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. അതല്ലാതെ നമുക്ക് ഹലാലായ ആർമാദിക്കലുണ്ടല്ലോ, നമുക്ക് സന്തോഷം, നമ്മുടെ കൂട്ടുകാരുണ്ട്, അവരോടൊന്ന് കളിച്ച് രസിച്ച് ഒരു തമാശയൊക്കെ പറയുക, അതൊക്കെ ഒരു സന്തോഷമാണ്, ഒരു ആർമാദിക്കലാണ്. ഹലാലായ രൂപത്തിൽ നമുക്ക് ആർമാദിക്കാം. അതോടൊപ്പം തന്നെ ഈ സുന്നത്തുകൾ, ഈ പറയപ്പെട്ട സുന്നത്തുകൾ, അതുപോലെ വീട്ടിൽ വെച്ച് തന്നെ വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോവുക, അത് ഏറ്റവും ഖൈറാൻ. അത് നമുക്കും നല്ലതാണ്. കാരണം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ കൈയൊക്കെ കഫൊക്കെ ഇട്ട് നമ്മൾ പോകും. അവിടെ പള്ളിയിൽ ചെന്നിട്ട് പിന്നെ അത് ഊരിയിട്ട് ഒതു എടുക്കുമ്പോൾ അവിടെ ചുളിവ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നനഞ്ഞിരിക്കും. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഉളു എടുത്തിട്ട് ആ വസ്ത്രം ധരിച്ച് നടന്ന് പള്ളിയിലേക്ക് പോകലാണ് ഏറ്റവും ഹൈർ. ഇനി മഴയൊക്കെ കാലമാണ്, നമുക്ക് കാറിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം. പിന്നെ പോകുന്ന സമയത്ത് ഇച്ചിരി ദൂരം കൂടിയ വഴിയിലൂടെ പോവുകയും വരുന്ന സമയത്ത് ദൂരം കുറഞ്ഞ വഴിയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും, ഇതൊക്കെ സുന്നത്താണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ചെയ്താൽ അത് ഖൈറാൻ. പോകുന്നതൊരു വഴിയിലൂടെ, വരുന്നത് മറ്റൊരു വഴിയിലൂടെ, കാണുന്നവരോടൊക്കെ സലാം പറയുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ വഴി മാറിപ്പോവാൻ പറഞ്ഞത്. ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയല്ല, മറിച്ച് ആ കാണുന്ന സ്ഥലത്തിൽ ഉള്ള ആളുകളോട് സലാം പറയാൻ. കാരണം ആ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 മസ്അലകളുണ്ട്, 1-2 കാര്യങ്ങളുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നീയത്താണ്. ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോഴുള്ള നീയത്ത് എന്താണ്?
പല ആളുകൾക്കും പല സംശയങ്ങളാണ്. നെയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് നെയ്യത്ത്? വളരെ സിമ്പിളാണ്. അതിൽ തലപുകഞ്ഞ് ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്നുകിൽ നമ്മൾ പൈസ കൊടുക്കുന്ന സമയമുണ്ട്, ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് ഷെയർ ചേരുന്ന സമയത്ത് പൈസ കൊടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ മൃഗത്തെ നമ്മൾ വേർതിരിച്ച് നിർത്തുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ മൃഗത്തെ നിർണയിക്കുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ അറുക്കുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റ് അറുക്കുന്ന സമയം, ആ ഉളഹിയത്ത് മൃഗത്തെ അറുത്തുകൊണ്ടിരിക്കുന്ന സമയം, ഈ സമയം വരെ നമുക്ക് നിയ്യത്ത് വെക്കാം. ഏതുവരെ? ചില ആളുകൾ അറുത്തതിന് ശേഷം നിയ്യത്ത് വെക്കും. അറുത്തതിന് ശേഷമല്ല നിയ്യത്ത് വെക്കേണ്ടത്. ഉളഹിയത്ത് മൃഗം അതിനെ അറുക്കുന്ന സന്ദർഭത്തിൽ വരെ നമുക്ക് നിയ്യത്ത് വെക്കാം. എന്താണ് നിയ്യത്ത്? എൻ്റെ സുന്നത്തായ ഉളഹിയത്ത് അറുക്കുന്നു, എൻ്റെ സുന്നത്തായ ഉളഹിയത്ത് അറുക്കുന്നു. നവൈതു സുന്നത്തൽ ഉളഹിയ, എൻ്റെ സുന്നത്തായ ഉളഹിയത്ത് നിർവഹിക്കുന്നു, ഞാൻ അറുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. ഇനി ഷെയർ ചേർന്നിരിക്കുകയാണ്, 7 പേർ ഷെയർ ചേർന്നിരിക്കുന്നു. ഇതിൽ ആരാണ് അറുക്കേണ്ടത്? അറുക്കേണ്ടത് മഹാന്മാർ പറയുന്നു, ആ 7 പേരിൽ അത്യാവശ്യം ആരോഗ്യമുള്ള, നല്ല ദീനീബോധമുള്ള, ആ 7 പേരിൽ അത്യാവശ്യം ദീനീബോധമുള്ള നല്ല ആരോഗ്യമുള്ള ആളായിരിക്കണം അറുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 7 പേർക്കും കൂടി മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട്. 7 പേരും അവർ പല സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? 7 പേരും കൂടി പള്ളിയിലെ ഉസ്താദിനെയോ അല്ലെങ്കിൽ മുല്ലാക്കയെ ഏൽപ്പിക്കും, നിങ്ങളൊന്ന് അറുത്തേക്കുന്നു. ആ സമയത്ത് അങ്ങനെ ഏൽപ്പിക്കാവുന്നതുമാണ്. ഇവിടെ ഷെയർ ചേർന്ന് അറുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആരാണോ ഷെയർ ചേർന്ന് അറുക്കുന്നത്, ആ അറുക്കുന്ന ആൾ നിയ്യത്ത് വെക്കണം. എന്ത്? എൻ്റെയും, അയാളും ഷെയർ ചേർന്നിട്ടുണ്ടെങ്കിൽ അയാളുടെയും, എൻ്റെയും എൻ്റെ കൂടെ ഷെയർ ചേർന്നിട്ടുള്ള ആളുകളുടെയും സുന്നത്തായ ഉളഹിയത്ത് ഞാൻ അറുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് വേണം അറുക്കാൻ. ആ 7 പേര് ഷെയർ ചേർന്നിട്ടുള്ള 7 പേരുടെ പേര് അവിടെ വായിക്കുക. എന്നിട്ടോ 8ാമനാണ് അറുക്കുന്നതെങ്കിൽ, 7 പേരിൽ പെട്ട ആളല്ല, ഇപ്പോൾ പള്ളിയിലെ മുല്ലാക്കയോ അല്ലെങ്കിൽ ഉസ്താദോ ആണ് അറുക്കുന്നതെങ്കിൽ അവർക്ക് നിയ്യത്ത് വെക്കാം. അവരെങ്ങനെയാണ് വെക്കുന്നത്? ആ 7 പേരുടെയും പേര് വായിച്ചിട്ട് ഈ പറയപ്പെട്ട ആളുകളുടെ സുന്നത്തായ ഉളഹിയത്ത് ഞാൻ അറുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അറുക്കുക. അപ്പോൾ ഉളഹിയത്തിൻ്റെ നിയ്യത്ത് എന്താണ്? നവൈതു സുന്നത്തൽ ഉളഹിയ, എൻ്റെ സുന്നത്തായ ഉളഹിയത്ത് ഞാൻ അറുക്കുന്നു. ഇന്ന് നേർച്ചയാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ നേർച്ചയാക്കിയിട്ടുള്ള ഉളഹിയത്ത് അറുക്കുന്നു. ഇതാണ് നിയ്യത്ത്. നമ്മൾ നിയ്യത്ത് എപ്പോഴും മനസ്സിലുണ്ടാവണം. നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, എങ്ങനെയുള്ള മൃഗമായിരിക്കും? മൃഗത്തിന് ന്യൂനത ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് അറുക്കുകയാണ്, അറുക്കുന്ന സമയത്ത് ന്യൂനതകളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അറുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് ബിസ്മി ചൊല്ലിയിട്ട് വേണം അറുക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കൂടെയുള്ള ആളുകളും ഈ തക്ബീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല അറുക്കുന്ന കത്തി നല്ല മൂർച്ചയുണ്ടാവണം. ഇനി മൂർച്ചയില്ലെങ്കിൽ മൂർച്ച വെക്കണം. മൂർച്ച വെക്കുന്ന സമയത്ത് ആ മൂർച്ച വെക്കുന്ന ആ പ്രക്രിയ മൃഗം കാണാൻ പാടില്ല, അറുക്കുന്ന മൃഗം കാണാൻ പാടില്ല. ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ആ മൃഗത്തെ കിടത്തുന്ന സമയത്ത് ആ കിടത്തുന്ന സ്ഥലം കല്ല്, മുള്ള്, മരക്കുറ്റി ഒന്നും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയിരിക്കണം. അതിന് വേദന ഉണ്ടാവാതിരിക്കാൻ, അതിന് വിഷമം ഉണ്ടാവാതിരിക്കാൻ. ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണ് ഒരാൾ ഉളഹിയത്ത് അറുക്കുന്നതെങ്കിൽ ആ മൃഗത്തിന് വേദനയില്ലെന്നാൽ ഇത് ആത്മീയമായ വശമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പല ആളുകളും പരിഹസിച്ചേക്കാം. പരിഹസിക്കുന്നവർ പലതും പറയട്ടെ. നമ്മൾ ദീനീയപരമായ ആത്മീയപരമായ കാര്യമാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമുള്ളത് കൊണ്ട് ആ മൃഗത്തിന് വേദന അനുഭവപ്പെടില്ല എന്ന് മഹാന്മാരൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ അറുക്കുന്നതിന് മുമ്പ് വയറ് നിറയെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കണമെന്നാണ്. അതിനെ ഒന്ന് തലോടണമെന്നാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് തക്ബീർ പറയണമെന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് തക്ബീർ പറയണമെന്നാണ്. മാത്രമല്ല അറുക്കുമ്പോൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ, ചന്തകൾ, ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ച് അറുക്കാതിരിക്കലാണ് ഖൈർ. ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അറുക്കലും ഖൈറല്ല. അങ്ങനെ അറുക്കാതിരിക്കലാണ് ഖൈർ. പിന്നെയോ അത്യാവശ്യം ആളുകൾക്ക് കാണാം, എന്നാൽ ആളുകൾ തടിച്ചു കൂടുന്നില്ല, പക്ഷെ ആരുമില്ലാത്ത സ്ഥലമല്ല. അത് അത്യാവശ്യം ഇപ്പം നമ്മളൊക്കെ സാധാരണ ഇറക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു മൈതാനത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചൊക്കെ ആയിരിക്കും അറുക്കുക. അങ്ങനെയാണ് അറുക്കേണ്ടത്. ആളുകൾ ഒരുമിച്ച് ഒരുപാട് കൂടുകയും അല്ലെങ്കിൽ ആളുകൾ തീരെ ഇല്ലാത്ത സ്ഥലമാവരുത്.
ആളുകൾ അത്യാവശ്യം കൂടുന്ന, കാരണം പിന്നീട് ഒരിക്കലും പറയരുത് കണ്ടോ ആ മൃഗത്തെ അറുത്തത് കണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ആ മൃഗത്തെ എങ്ങനെയാ അറുത്തതെന്ന് അറിയില്ല എന്ന ആളുകൾ പറയുന്ന തരത്തിൽ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അറുക്കുവാനും പാടില്ല. അറുക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളൊക്കെ ഉണ്ടാകും, ചെറുപ്പക്കാരൊക്കെ അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ പള്ളിയിലെ ഉളഹിയത്ത് അറുക്കുന്നത് കണ്ടോ, 100 പോത്ത് അറുത്തു, 100 പോത്തിനെ ഇങ്ങനെയാണ് അറുത്തത് എന്ന് വിശാലമായ വ്ളോഗ് തന്നെ ചെയ്തേക്കാം. ഒരു പക്ഷേ അതൊന്നും ചെയ്യിപ്പിക്കരുത്, അതൊന്നും അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചരിച്ച് കിടത്തണം, മയത്തിൽ കിടത്തണം. അതായത് അറുക്കുന്ന ആള് വലത് കൈകൊണ്ട് കത്തിയും ഇടത് കൈകൊണ്ട് ആ മൃഗത്തിൻ്റെ കഴുത്തും പിടിക്കുന്ന രൂപത്തിൽ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടായിരിക്കണം അറുക്കേണ്ടത്. ഇതാണ് അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ട സുന്നത്തായിട്ടുള്ള രൂപങ്ങൾ. അതുപോലെ തന്നെ ബലിപെരുന്നാളിൻ്റെ ഒന്നാമത്തെ ദിവസം, ആദ്യത്തെ പെരുന്നാൾ ദിവസം തന്നെ ഈ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ എല്ലാം കൂട്ടി അറുക്കണം, അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ പെരുന്നാളിൽ നമുക്ക് അറുക്കാൻ പറ്റിയില്ലേ രണ്ടാമത്തെ പെരുന്നാളിന് ഇറക്കാം. കാരണം അറവുമായി ബന്ധപ്പെട്ട് അത് വൃത്തിയാക്കുന്ന ആൾ, അറവശാലകളിലെ ആളുകളൊക്കെ ഒന്നാമത്തെ പെരുന്നാളിന് തന്നെ ഒരു പക്ഷേ തിരക്കിലായേക്കാം. അപ്പോൾ അവരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രണ്ടാം പെരുന്നാൾ, ഇല്ലെങ്കിൽ മൂന്നാം പെരുന്നാൾ, അല്ലെങ്കിൽ നാലാം പെരുന്നാളിൻ്റെ മഗ്രിബ് വരെ നമുക്ക് സമയമുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് അറുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അറവ് കഴിഞ്ഞ് ആ മൃഗത്തിൻ്റെ തോല്, കൊമ്പ്, പല്ല്, വാല് ഇതൊക്കെ പല ആളുകളും കാശിന് വിൽക്കുന്ന പരിപാടിയുണ്ട്. ഒരിക്കലും, പ്രത്യേകിച്ച് തോല് നമ്മൾ അറുക്കുന്ന ആളുകൾ കാശിന് വിൽക്കാനേ പാടില്ല. അതുപോലെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആ ഉദ്ഹിയ്യത്തിൻ്റെ ടൈം തുടങ്ങുന്നത് ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് 2 ഖുത്തുബ, ചെറുതായിട്ടൊരു 2 ഖുത്തുബ ഓതുന്ന സമയം, അതിനുശേഷമാണ് ഉദ്ഹിയ്യത്തിൻ്റെ ടൈം ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 7 മണിക്ക് നിസ്കാരമുണ്ടാകും, 7:30 നിസ്കാരമുണ്ടാകും, 8:30 നിസ്കാരമുണ്ടാകും. അപ്പോൾ ആ ടൈം കഴിഞ്ഞ്, അതായത് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം, പിന്നെ അതിനുശേഷമുള്ള ചെറിയ 2 ഖുത്തുബ, അത് കഴിഞ്ഞ് പിന്നെ ടൈം തുടങ്ങുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രാത്രി അറുക്കരുത്. രാത്രി അറുക്കൽ കറാഹത്താണ്. അറുത്തു എന്ന് വെച്ചാൽ അറവ് ശരിയാവാതിരിക്കില്ല, അറവ് ശരിയാകും, എന്നാലും അത് കറാഹത്താണ് രാത്രി അറുക്കുക. പിന്നെ അറുക്കുന്ന സമയത്ത് ആണുങ്ങളാണ് അറുക്കേണ്ടത്, പെണ്ണുങ്ങളെ മാറ്റി നിർത്തുകയല്ല. ആണും പെണ്ണും ഉണ്ടെങ്കിൽ അവിടെ ആണാണ് അറുക്കേണ്ടത്, അവർക്കാണ് മുൻഗണന. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ തക്ബീർ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് തക്ബീർ പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ തക്ബീർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ബലിപെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ബലിപെരുന്നാളിൻ്റെ ഏത് സമയം തൊട്ടാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്? തക്ബീർ ചൊല്ലേണ്ടത് കിതാബുകളിലൊക്കെ കാണാം. ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൻ്റെ സുബഹി തൊട്ടേ നമുക്ക് തക്ബീർ ചൊല്ലി തുടങ്ങാം. അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ള രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തതായിട്ട് പല സ്വഹാബിമാരും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ ആ തക്ബീർ എന്ന് നിർത്തണം? 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാളിൻ്റെ അസർ വരെ, അല്ലെങ്കിൽ അസറിന് ശേഷം മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയാണ് നമ്മൾ ആ തക്ബീർ ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള ടൈം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ പെരുന്നാളാണെങ്കിൽ നാളെ ചെറിയ പെരുന്നാളാണ് എന്ന് ഉറപ്പിച്ചാൽ ഇന്ന് മഗ്രിബ് തൊട്ടാണ് തുടങ്ങേണ്ടത്. ഇന്ന് മഗ്രിബ്, പിന്നെ ഇശാ, പിന്നെ സുബഹി, പിന്നെ ആ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമുണ്ടല്ലോ, അതുവരെയാണ് ചെറിയ പെരുന്നാളിൽ തക്ബീർ ചൊല്ലേണ്ടത്. എന്നാൽ വലിയ പെരുന്നാളിൽ അങ്ങനെയല്ല, വലിയ പെരുന്നാളിൽ മാറ്റമുണ്ട്. വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഈ തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിനെ വാഴ്ത്തുന്ന, പടച്ചവനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. ആ പുകഴ്ത്തലാണ് നമ്മൾ ഈ തക്ബീറിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ തക്ബീർ പരമാവധി, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, നിസ്കാരമുള്ള ഉമ്മമാർക്കും നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ആർക്ക് വേണമെങ്കിലും പറയാം. അത് ഉളു വേണമെന്നോ അല്ലെങ്കിൽ ശുദ്ധി വേണമെന്നോ ഒന്നും ഒരു കണ്ടീഷനുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പെരുന്നാളിന് നല്ലതുപോലെ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി, നഖമൊക്കെ വെട്ടി, അതുപോലെ മീശയും താടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉദ്ഹിയ്യത്തിനെ നിയത്താക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ആ നഖവും മുടിയൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ.
അവിടെ തന്നെ ഇരുന്നാണ്. നമ്മൾ എന്നാണോ അറുക്കുന്നത്, ഒന്നാം പെരുന്നാളിനാണെങ്കിൽ ഒന്നാം പെരുന്നാൾ, രണ്ടാം പെരുന്നാളെങ്കിൽ രണ്ടാം പെരുന്നാൾ, മൂന്നാണെങ്കിൽ മൂന്ന്, നാലാണെങ്കിൽ നാല്, എപ്പോഴാണോ നമ്മൾ അറുക്കാൻ ഉദ്ദേശിച്ചത് ആ അറവിന് ശേഷം മാത്രമേ നഖവും അതുപോലെ മീശയും താടിയും മറ്റ് രോമങ്ങളെല്ലാം വൃത്തിയാക്കുവാനും വെട്ടുവാനും പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഉളഹിയത്ത് അറുക്കാത്ത ആളുകൾ അവരാണ് ആ മീശയും താടിയും അതുപോലെ ആ നഖവുമൊക്കെ വെട്ടി ശുദ്ധിയാക്കി നല്ല രൂപത്തിൽ, കാണാനൊരു മൊഞ്ചുള്ള രൂപത്തിൽ വേണം പള്ളിയിലേക്ക് പോവാൻ. അതുപോലെ തന്നെ ചില ആളുകൾ നല്ല ഈമാനായിരിക്കും. അതായത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഞാൻ നോമ്പ് പിടിക്കും, അങ്ങനെയൊക്കെ നിയത്താക്കിയ ആളുകളുണ്ടാകും. നിയ്യത്തൊക്കെ നല്ലതാണ്. പക്ഷേ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നമുക്ക് നോമ്പുള്ളൂ. 10ൻ്റെ അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ്, കറാഹത്തല്ല, ഹറാമാണ്. കാരണം പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു നമുക്ക് മാത്രം നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് പെരുന്നാൾ ദിവസം. വേറെ ഒരു സമുദായത്തിനും കൊടുത്തിട്ടില്ല. അവർക്ക് നോമ്പുണ്ട്, അതുപോലെ മറ്റ് നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെരുന്നാൾ എന്ന് പറയുന്ന ഈ ഒരു സുദിനം, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാൾ, ഈ 2 സുദിനങ്ങൾ നമുക്ക് മാത്രം അള്ളാഹു സ്പെഷ്യലായിട്ട് തന്നിട്ടുള്ളതാണ്. വേറെ ഒരു സമുദായത്തിനും അള്ളാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ദിവസം നമുക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നോമ്പ് പിടിച്ചൊരു മൂലയിൽ ഇരിക്കലല്ല. പിന്നെ ആ സമയത്ത്, ആ അന്നത്തെ ദിവസം കുടുംബത്തെ വിശാലത ചെയ്യണം. ചില ആളുകൾ പെരുന്നാളിൻ്റെ ദിവസവും മുട്ടക്കറിയും ഇടിയപ്പമൊക്കെ വെക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നല്ല ഇറച്ചി വാങ്ങുക, മക്കൾക്ക് ഇച്ചിരി മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആണ്. കാരണം കുടുംബത്തിൽ വിശാലത എന്താണോ ഉദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, പെരുന്നാളിൻ്റെ ദിവസത്തിൽ വിശാലത ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ സമ്പത്തിലും കുടുംബത്തിലും വിശാലത ചെയ്യുമെന്നാണ്. നമ്മുടെ ഭക്ഷണം കഴിച്ച് കുറച്ചുണ്ടെങ്കിൽ അയൽവാസികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഉച്ചക്ക് നമ്മുടെ അനുജനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം, നമുക്ക് രാത്രി നമുക്ക് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി കഴിക്കാം. അങ്ങനെയൊക്കെ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അത് മുഴുവനും നമ്മൾ അവിടെ കൊണ്ടുവരണമെന്നാണ്. സാധാരണ ബലിപെരുന്നാളിൻ്റെ തലേ ദിവസം അറഫയുടെ അവസാനമൊക്കെ സമയമാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ റമദാനിൻ്റെ 29 നോമ്പാണെങ്കിൽ 29, 30 ആണെങ്കിൽ 30, അതിൻ്റെ അവസാനം തൊട്ട് നമ്മൾ തുടങ്ങും ഈദ് മുബാറക്ക് ആശംസ അയക്കാൻ. ഇപ്പോൾ ആശംസ നമ്മൾ പറയലല്ലോ, നമ്മൾ സ്റ്റിക്കറായിട്ട് വിടുകയാണ്. സ്റ്റിക്കറായിട്ട് ഈദ് മുബാറക്ക് വിടുന്നതിൽ തടസ്സമൊന്നുമില്ല. ഹനഫികളുടെ കിതാബുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈദ് മുബാറക്ക് എന്നുള്ള ഒരു സന്ദേശവാക്ക്, ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പല സ്ഥലത്തും കിതാബുകളിലൊക്കെ കാണാം. ഈദ് മുബാറക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഹൈർ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. ഇതാണ് ചെറിയ പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ പെരുന്നാളിൻ്റെ ആശംസ പറയേണ്ടത് ഇങ്ങനെയാണ്: തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. താഴെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. അത് പറയാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഈദ് മുബാറക്ക് അത് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് പറയുന്നത് പാടില്ലാത്തതാണ് എന്നൊന്നും ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു. ഈദ് മുബാറക്ക് അത് വേറെ ഏതോ സംസ്കാരം, അങ്ങനെയൊന്നുമില്ല. ഈദ് മുബാറക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ നല്ലതും നമുക്ക് പ്രതിഫലം കിട്ടുന്നതും ഇതൊരു ദുആയാണ് ഈ പറയുന്നത്: തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നുമൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വാലിഹൽ അഅമാൽ, നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. എത്രയോ നല്ല വാക്കാൻ, എല്ലാവരോടും പറയാൻ പറ്റിയ വാക്കാൻ ഈദ് മുബാറക്ക്. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമില്ല. അതുപോലെ ഇപ്പോൾ ഇത് വലിയ പെരുന്നാളായതുകൊണ്ട് ബക്രീദ് മുബാറക്ക്, പല മുബാറക്കുകൾ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒരു വശത്തുകൂടെ നടക്കട്ടെ. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഈ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ, ഇതാണ് യഥാർത്ഥ ആശംസ വചനം. പെരുന്നാളിൻ്റെ ആശംസാ വചനം ഇതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട്, അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പെരുന്നാളിന് നല്ല ഉടുപ്പിട്ട് നല്ല മൊഞ്ചായിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കലാണ്. ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും പോസ്റ്റ് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് മാറ്റമൊന്നുമില്ല, അതെനിക്കറിയാം. പക്ഷേ അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിത്രം കാണാൻ പാടില്ലാത്ത അന്യരായ ഒരുപാട് പേര് അത് കാണുമ്പോൾ ഒരു ഹറാമിലേക്ക് നയിക്കുന്ന, ഒരു ഹറാം കാണുവാനും അത് ആസ്വദിക്കുവാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടാം. നമ്മുടെ ഇക്കാക്കമാരുണ്ട്, നമ്മുടെ അനുജന്മാരുണ്ട്, നമ്മളെ കാണാൻ അനുവദനീയമായ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെയൊക്കെ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുക്കുക. അതല്ലാതെ എല്ലാവർക്കും നമ്മുടെ ഫോട്ടോ ഈദ് മുബാറക്ക് എന്നൊക്കെ പറഞ്ഞ് ചരിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ അതൊന്നും വിടാതിരിക്കലാണ് ഹൈർ. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു കടമ പറഞ്ഞെന്ന് മാത്രം. നാളെ പടച്ചോൻ എന്നോട് ചോദിക്കും, നീ എന്തേ അത് പറയാതിരുന്നത്
പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് പറയണം, അതുകൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ വഴിവിട്ടു പോകുന്ന, പ്രത്യേകിച്ച് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ കറങ്ങാൻ പോകും, അതുപോലെ പാർക്കിൽ പോകും. ആ സമയത്തൊക്കെ ദീൻ വിട്ടുള്ളൊരു കളി നമ്മൾ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളും ദീൻ അനുസരിച്ച് ജീവിക്കുക, നമ്മുടെ മക്കളെ കൊണ്ടും അതനുസരിച്ച് ജീവിപ്പിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല, കാരണം നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും ചെയ്യേണ്ടവരത് ചെയ്യും. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണ്. അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കെല്ലാം സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഈദുൽ ഹിജ്ജ മാസം 1 മുതൽ 9 ദിവസം വരെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നോമ്പ് എടുത്തു, അതുപോലെ ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് ദിക്ർ സ്വലാത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, പെരുന്നാൾ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൽ ആ 9 ദിവസവും ചെയ്ത കാര്യങ്ങൾ ഈ 10ാമത്തെ ദിവസം കൊണ്ടുപോയി നമ്മൾ ഉടച്ച് കളയരുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞത് അതേപടി ജീവിതത്തിൽ പകർത്തുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് ഇത്തരം നന്മ നിറഞ്ഞ വീഡിയോകൾ എത്തിക്കുമ്പോൾ അത് കാണുക, അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി അമൽ ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാകും. ഒരു സ്വതക്ക ചെയ്ത പ്രതിഫലം പോലെ അള്ളാഹു നമ്മെ കബൂലാക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ബലിപെരുന്നാളിൻ്റെ ആ വലിയ നന്മകൾ കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ഉമ്മമാർക്കും, എല്ലാ ഉപ്പമാർക്കും, സഹോദരിമാർക്കും, സഹോദരങ്ങൾക്കും, എല്ലാ കുഞ്ഞ് അനുജന്മാർക്കും അനുജത്തിമാർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും എൻ്റെയും ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദുൻ മുബാറക്കുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ചില കമൻറ്റുകളിൽ ഉള്ള ചില സംശയങ്ങളാണ്. ഒരു സഹോദരി ചോദിച്ചത്, ഉസ്താദെ മൂക്ക് കുത്താമോ? നമ്മൾ സാധാരണ സ്ത്രീകൾ ചെവി കുത്താറുണ്ട്. മൂക്ക് കുത്തൽ ഇപ്പോൾ ഫാഷനായി മാറിയിരിക്കുന്ന കാലമാണ്. മൂക്ക് കുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക വിധി? അതിൻ്റെ ഉത്തരം കൃത്യമായി നമ്മൾ പറഞ്ഞൊരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ 2 സംശയത്തിൻ്റെയും നല്ല കൃത്യമായ വ്യക്തമായ മറുപടി നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുക, ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.